കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ബസ് തടഞ്ഞു നിർത്തി മിന്നൽ പരിശോധന നടത്തി ജീവനക്കാരെ പരസ്യമായി ശാസിച്ചത് നമ്മൾ കണ്ടിരുന്നതാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ ബസ്സിന് മുൻഭാഗത്ത് കൂട്ടിയിട്ടതിനായിരുന്നു ജീവനക്കാരെ മന്ത്രി നടു റോഡിൽ ശാസിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നത് നമുക്ക് കേൾക്കാം. വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് നടപടി ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC MDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് ചോദിച്ചിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഇടരുത് എല്ലാം അവിടെ ഇടരുത് എന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ ഇനി ഇത് ആവർത്തിക്കും, നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റി. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നു, ആ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത തുറന്നു കാണിക്കാൻ മിന്നൽ പരിശോധനകൾ പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്, അത് വേണ്ടതുമാണ്. എന്നാൽ ജീവനക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷമാണോ വകുപ്പ് മന്ത്രി നടു റോഡിൽ ഇങ്ങനെ പരസ്യ ശാസന നടത്താൻ ഇറങ്ങിയത് എന്നത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. KSRTC ബസ് സ്റ്റാൻഡുകളിലും ഡിപ്പോകളിലുമുള്ള സൗകര്യങ്ങൾ ജീവനക്കാർക്ക് പര്യാപ്തമാണ്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അശ്വിൻ ഡിയാഗോയും ലേബി സജീന്ദ്രനും ദിലീപ് ദേവശ്രീയും AK അഭിലാഷും ഇക്ബാൽ അറക്കലും ചേരും. പക്ഷെ അതിനു മുൻപ് നമുക്കൊന്ന് കൊല്ലത്തേക്ക് തന്നെ പോകണം. KSRTC ബസ്സിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിവെള്ളം വെക്കാനുള്ള സൗകര്യമുണ്ടോ? വെള്ളക്കുപ്പി സൂക്ഷിച്ചത് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഗതാഗത മന്ത്രി ജീവനക്കാരെ പരസ്യമായി ശാസിക്കുന്ന കാര്യമുണ്ടായത്. ഏതായാലും ജീവനക്കാർ ഇപ്പോഴുള്ള സൗകര്യത്തിൽ തൃപ്തരാണോ? ഇന്നലത്തെ മന്ത്രിയുടെ നടപടിയിൽ KSRTC ജീവനക്കാർ പലരും അതൃപ്തരാണ് എന്നതാണ് വാസ്തവം. കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്ന് ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാം. ഇന്നലെ KSRTC ബസ്സിൽ ഡ്രൈവർ കുടിവെള്ളക്കുപ്പി ചില്ലിൻ്റെ അടുത്ത് വെച്ചത് മെയിൻ ഗ്ലാസിൻ്റെ മുൻപിൽ വെച്ചതിന് മന്ത്രി മിന്നൽ പരിശോധന നടത്തുകയും ആ ഡ്രൈവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നടക്കം പറഞ്ഞു. എൻ്റെ മുന്നിൽ കാണുന്നത് മാനന്തവാടി ബസ്സാണ്. ഇതൊരു പ്രീമിയം ബസ്സാണ്, KSRTCയുടെ സൂപ്പർ പ്രീമിയം ബസ്സാണ്. ഈ ബസ്സിൽ ഒന്ന് പോയി നോക്കാം നമുക്ക്. ചേട്ടൻ ഡ്രൈവറാണോ? കണ്ടക്ടർ അല്ലേ? മാറി വരെ ഓടിക്കുമോ? ഇല്ല. വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും? സിംഗിൾ ഡ്രൈവറാണ്. മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാനന്തവാടി. ഒരു ദിവസം എത്ര കുപ്പി വെള്ളം കുടിക്കും? ഒരു ദിവസം ഒരു മൂന്ന് കുപ്പിയെങ്കിലും കുടിക്കും. ചേട്ടൻ എത്ര കുപ്പി വെള്ളം കുടിക്കും? 3 കുപ്പി തന്നെ. 6 കുപ്പി വേണം. അതെ. തീർന്ന എങ്ങനെ ചെയ്യാൻ? വൈകിട്ട് കുടിക്കും, അല്ലെങ്കിൽ മാനന്തവാടി ഞാൻ വരുമ്പോൾ എടുത്ത് കുടിക്കും. അപ്പോൾ ഈ എഞ്ചിൻ്റെ മുകളിലാണ് ഈ ബോട്ടിൽ ഹോൾഡറുള്ളത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമെന്നുള്ളതുകൊണ്ട് തുണി വെച്ചിട്ടുണ്ട്. ഒപ്പം ഇതാ ഇവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്. എൻജിൻ ചൂടാകുമ്പോൾ ഈ വെള്ളം ഒരു അല്പം കേടാകുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർക്ക് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല, ഈ വെള്ളം തന്നെ കുടിക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇവരുടെ തൊഴിലാളി യൂണിയൻ്റെ നേതാവ് അടക്കം ചേരുന്നുണ്ട്. കണ്ടായിരിക്കുമല്ലോ മന്ത്രി പെട്ടെന്ന് മിന്നൽ പരിശോധന നടത്തുന്നു. അതൊരുമാതിരി പട്ടിഷോ ആയിപ്പോയി. മന്ത്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് KSRTCയുടെ ഉത്തരവാദിത്വം മറന്നാണ് ഇത്തരം ജൽപ്പനങ്ങൾ മന്ത്രി ഈ തൊഴിലാളികൾക്കെതിരെ നടത്തുന്നത്. മന്ത്രി ഒരു സൂപ്പർമാൻ ചമയാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ആ ബസ്സിലടക്കം കാണാൻ നമുക്ക് ആ ഡ്രൈവർ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ആ ഡ്രൈവർ വെള്ളം കുടിക്കുന്ന സീനാണ്. അതിനുശേഷം കുപ്പി അദ്ദേഹം ബാഗിൽ കൊണ്ടുവന്ന കുപ്പിയാണ്, അത് ബാഗിൽ വെക്കുന്നു. അങ്ങനെ മുന്നിൽ വെക്കുന്നത് ഒരു അപകടമാണോ, അല്ലെങ്കിൽ കാഴ്ച മറയ്ക്കുന്നതാണോ ഈ മന്ത്രി പറഞ്ഞത്? അതുകൊണ്ടായിരിക്കും അല്ലെ? പിന്നെ ഒരു ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള വാഹനത്തിൻ്റെ എല്ലാം ഗ്ലാസ് വളരെ താഴ്ന്ന് വരെ ഇരിക്കുന്നതാണ്. അവിടെ ഒരു വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ കുപ്പി വെക്കാറുണ്ടാവും. നമുക്കൊരു KSRTC വാഹനത്തിൽ കയറി നോക്കാം. ഇതല്ല, നിർത്തിയിട്ടിരിക്കുന്ന KSRTC ബസ്സിൽ കയറാമോ? മന്ത്രിയുടെ സ്വന്തം ഡിപ്പോയിലുള്ള ബസ്സാണ്. നമുക്കൊന്ന് പോയി നോക്കാം. കുപ്പി അവിടെ തന്നെയാണോ വെക്കാൻ പറ്റുക? നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വെക്കാം. ഒരു യാത്രക്കാരൻ പറഞ്ഞു കുപ്പി യാത്രക്കാർ ഉപേക്ഷിച്ചാലും നേരെ ഡ്രൈവറുടെ അടുത്തേക്ക് വരിക. അത് വണ്ടി ഓടുന്നതനുസരിച്ച് കാറ്റെടുത്ത് കുപ്പിക്ക് വെയിറ്റ് ഇല്ലല്ലോ, അത് മുമ്പോട്ടേ വരത്തുള്ളൂ. അപ്പോൾ എടുത്ത് നിങ്ങൾ മുന്നിൽ വെക്കുക, അല്ലെങ്കിൽ ബെർത്തിൻ്റെ പുറത്തിടുകയോ ചെയ്യും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കുപ്പി വെളിയിൽ കളയാൻ പറ്റില്ല. ഇവിടെ ഒരു ഡ്രൈവർക്ക് കുടിവെള്ളം വെക്കാനുള്ളൊരു ഹോൾഡറുണ്ട്. ഈ ഹോൾഡറിൽ വെള്ളം വെക്കാവുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. അവിടെ വെച്ച് വെള്ളം വെക്കാം. ഇവിടെ കണ്ടക്ടർക്ക് വെക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാടായതുകൊണ്ട് ഇത് നശിപ്പിച്ച അവസ്ഥയിലാണ്. കുപ്പി ഇങ്ങനെ ഇടാം. വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കുപ്പി മാത്രമേ ഇവിടെ സൂക്ഷിക്കാൻ പറ്റൂ. ഒരു കുപ്പിയെ സൂക്ഷിക്കുള്ളൂ. മറ്റു ഡ്രൈവർമാർക്ക് ഈ ലോങ് റൂട്ട് ഓടുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ 2 കുപ്പിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അവർ വഴിയിൽ ഇറങ്ങി വെള്ളം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ യാത്രക്കാർക്ക് അത് തടസ്സമില്ലേ? യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെയും മികച്ച നേതൃത്വത്തിൽ KSRTCയിൽ നവീകരണത്തിൻ്റെ അഭിമാന മുന്നേറ്റം. മികച്ച കുറേ ബസ്സുകളുടെ ചിത്രങ്ങളൊക്കെ
ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുപ്പി വെച്ചതാണ് ഇപ്പം ഒരു ജീവനക്കാരൻ്റെ തലവേദനയായി മാറിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.